ഹായ്, എൻ്റെ പേര് റിജിൻ. വെൽക്കം ടു റേസ് കേരള യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജൂലൈ 10 കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്നലത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ഇതിനു മുമ്പുള്ള വീഡിയോസ്, കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്ത് നിങ്ങൾക്ക് അവിടുന്ന് ആ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് ഈ ഡെയിലി വരുന്ന കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ ആയാലും ശരി, ഇനി വരുന്ന എക്സാംസിന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള വീഡിയോസും, അതേപോലെ നമ്മുടെ ക്ലാസ്, നമ്മുടെ പ്രോഗ്രാംസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ്, അതിന്റെ വീഡിയോസ്, ഷോർട്ട് കട്ട് ട്രിക്സിന്റെ വീഡിയോസ്, അങ്ങനത്തെ ഒക്കെ വീഡിയോസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു നോട്ടിഫിക്കേഷനും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി, നിങ്ങൾക്ക് കാണാൻ വേണ്ടി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജൂലൈ 10 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ ഇപ്പൊ റീസെന്റ് നമ്മുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ 6 ബ്രിഡ്ജ് ബിൽഡ് ചെയ്തു. അപ്പം ആ ഒരു ബ്രിഡ്ജസിന്റെ ഇന്നോഗ്രേഷൻ ഇപ്പം റീസെന്റ് ഈ ഇന്നോഗ്രേഷൻ ആണ് നടന്നത്. അത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം COVID-19 കേസ് ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഇന്നോഗ്രേഷൻ ആണ് നടന്നത്. അപ്പം ആ ഒരു ഇന്നോഗ്രേഷൻ ചെയ്തത് നമ്മുടെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ്. അത് ഇപ്പൊ റീസെന്റ് ചെയ്തത്. അപ്പം എവിടാണ് ആ 6 ബ്രിഡ്ജ് കൊണ്ടുവന്നത്? അപ്പം ആ 6 ബ്രിഡ്ജ് കൊണ്ടുവന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ് കൊണ്ടുവന്നത്. നമ്മുടെ യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീരിലാണ് ആ ഒരു 6 ബ്രിഡ്ജ് കൊണ്ടുവന്നേക്കുന്നത്. അത് ബിൽഡ് ചെയ്യാനുള്ള ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 43 crores ആണ്. അത് ബിൽഡ് ചെയ്യാനുള്ള ടോട്ടൽ കോസ്റ്റ് ആയത്. നെക്സ്റ്റ്, ബ്ലൂയിസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭുവനേശ്വർ ലാൻഡ് യൂസ് ഇന്റലിജൻസ് സിസ്റ്റം എന്നാണ് ബ്ലൂയിസിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പം എക്സാമ്പിൾ ചോദിക്കാൻ പോകുന്നത് ഇതെന്താണ്, ഇത് ഏത് സ്റ്റേറ്റിലാണ് ലോഞ്ച് ചെയ്തത് എന്നുള്ളതായിരിക്കും ഇത് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ബ്ലൂയിസ് എന്ന് പറയുന്ന സംഭവം ലോഞ്ച് ചെയ്തത് ഒഡീസയിലാണ് ലോഞ്ച് ചെയ്തത്. ഒഡീസയുടെ ചീഫ് മിനിസ്റ്റർ നമുക്കറിയാം നവീൻ പട്നായിക് ആണ് ഈ ഒരു സംഭവം ഒഡീസയിൽ ലോഞ്ച് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു ഫുൾ ഫോം, ബ്ലൂയിസിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് ഭുവനേശ്വർ ലാൻഡ് യൂസ് ഇന്റലിജൻസ് സിസ്റ്റം എന്നാണ് അതിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഫുൾ ഫോം കേട്ടാൽ തന്നെ അറിയാം ലാൻഡുമായിട്ട് റിലേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഇന്റലിജൻസ് സിസ്റ്റം യൂസ് കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിലെ ഗവൺമെന്റ് ലാൻഡ്സിനെ സ്പേസ് ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും യൂസ് ചെയ്ത് മോണിറ്റർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഇന്ത്യയിലെ ഫസ്റ്റ് സ്റ്റേറ്റ് ആണ് ഇങ്ങനെ ഒരു ടെക്നോളജി യൂസ് ചെയ്ത്, ലൈക്ക് നമ്മുടെ ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ടെക്നോളജി യൂസ് ചെയ്ത് ഗവൺമെന്റ് അണ്ടറിലുള്ള ലാൻഡ് അത് എൻക്രോച്ച് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഒഡീസയാണ് അത് ചെയ്യുന്നത്. അതിന്റെ ആ ഒരു പ്രോഗ്രാമിന്റെ പേര് എന്ന് പറയുന്നത് തന്നെ ബ്ലൂയിസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു മൊബൈൽ വെബ് ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അതുവഴിയാണ് മോണിറ്റർ ചെയ്യുന്നത് ഈ ഒരു സംഭവം. അപ്പൊ അത് യൂസ് ചെയ്യുന്നത് സ്പേസ് ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും യൂസ് ചെയ്താണ് ഈ ഒരു സംഭവം മോണിറ്ററിംഗ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ ഏത് IIT ആണ് ഇപ്പം ഇൻവിഡിയയുടെ കൂടെ ചേർന്നിട്ട് ഇന്ത്യയിലെ ഇൻവിഡിയയുടെ ഫസ്റ്റ് AI ടെക്നോളജി സെന്റർ കൊണ്ടുവരാൻ പോകുന്നത്? അപ്പം ഈ ഒരു സംഭവം ഇൻവിഡിയയുടെ കൂടെ ചേർന്ന് കൊണ്ടുവരാൻ പോകുന്നത് നമ്മുടെ IIT ഹൈദരാബാദ് ആണ് ചെയ്യാൻ പോകുന്നത്. IIT ഹൈദരാബാദ് ഇപ്പോൾ ഒരുപാട് ന്യൂസിലുണ്ട്. ബിക്കോസ് ഇതേപോലത്തെ റിസർച്ച് ഇന്നോവേഷൻ പ്രോഗ്രാംസിലെല്ലാം ഇപ്പം IIT ഹൈദരാബാദിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ റീസെന്റ് നമ്മൾ DRDOയുടെ കൂടെ ഈ ഒരു ന്യൂസ് കണ്ടായിരുന്നു. അപ്പൊ അതേപോലെ ഇപ്പൊ ഇൻവിഡിയയുടെ കൂടെ ചേർന്ന് ഇൻവിഡിയയുടെ ഫസ്റ്റ് AI ടെക്നോളജി സെന്റർ കൊണ്ടുവരാൻ പോകുന്നത് IIT ഹൈദരാബാദ് കൂടി ചേർന്നാണ് ഈ ഒരു സംഭവം കൊണ്ടുവരാൻ പോകുന്നത്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ഗ്ലോബൽ വീക്ക് 2020 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇപ്പം റീസെന്റ് നടന്നു. ഇതൊരു വെർച്വൽ ആയിട്ടാണ് നടന്ന സംഭവം എന്ന് പറയുന്നത്. അതിന്റെ ഒരു തീം എന്ന് പറയുന്നത് ബി ദി റിവൈവൽ ഇന്ത്യ ആൻഡ് എ ബെറ്റർ ന്യൂ വേൾഡ് എന്നാണ് അതിന്റെ ഒരു തീം എന്ന് പറയുന്നത്. ഈ വട്ടത്തെ ഇന്ത്യൻ ഗ്ലോബൽ വീക്ക് 2020യുടെ തീം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ഇനോഗ്രേറ്റ് ചെയ്തു വെർച്വലി. അപ്പം എവിടാണ് ഈ സംഭവം നടന്നത്? അപ്പൊ അതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. ഇന്ത്യ ഗ്ലോബൽ വീക്ക് 2020 ഈ ഒരു സംഭവം എവിടെയാണ് നടന്നത്? അപ്പൊ ഇതെന്ന് പറയുന്നത് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK നടന്നത്. യുണൈറ്റഡ് കിങ്ഡമിലാണ് ഈ ഒരു സംഭവം നടന്നത്. നെക്സ്റ്റ്, ക്യാൻസർ പ്രിപ്പയർനെസ് ഇൻഡെക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്യാൻസർ പ്രിപ്പയർനെസിന്റെ കാറ്റഗറിയിൽ നമ്മളുടെ ഏഷ്യ പസഫിക് കൺട്രീസിനെ റാങ്ക് ചെയ്യുമ്പോൾ 10 കൺട്രീസിനെ റാങ്ക് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ റാങ്ക് എത്ര ആണ്? അപ്പൊ ഈ ഒരു സംഭവം, ഈ ഒരു റാങ്കിങ് കൊണ്ടുവന്നേക്കുന്നത് എക്കണോമിക്സ് ഇന്റലിജൻസ് യൂണിറ്റ് ആണ്. ഈ ഒരു റാങ്ക് ഇപ്പൊ റീസെന്റ് കൊണ്ടുവന്നേക്കുന്നത്. ഇന്ത്യയിലെ ഏഷ്യ പസഫിക് റീജിയനിലെ 10 കൺട്രീസിനെയാണ് റാങ്ക് ചെയ്തേക്കുന്നത്. അപ്പൊ 10 കൺട്രീസിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 8ാമതാണ്. അപ്പം 10 റാങ്കിൽ 8ാമതാണ് ക്യാൻസർ പ്രിപ്പയർനെസ് ഇൻഡെക്സിൽ ഇന്ത്യ എന്ന് പറയുന്നത്. നെക്സ്റ്റ്,
ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും കൺസിഡർ ചെയ്യുമ്പം ഏത് സ്റ്റേറ്റ് ആണ് മാർക്കറ്റ് ബോറോയിങ്സിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്, ഏത് സ്റ്റേറ്റിന്റെ ആണ് മാർക്കറ്റ് ബോറോയിങ്സിന്റെ പെർസെന്റേജ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ്? അപ്പൊ അതെന്ന് പറയുന്നത് തമിഴ്നാടാണ്. തമിഴ്നാടിന്റെ ആണ് മാർക്കറ്റ് ബോറോയിങ്സ് ഒരു വർഷത്തെ ഫിനാൻഷ്യൽ ഇയർ, ഇപ്പം 2021 ഫിനാൻഷ്യൽ ഇയർ എടുക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ബോറോയിങ്സ് എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ആണ് ഏറ്റവും കൂടുതൽ. അപ്പം ആ ഒരു എമൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 30,500 crores ആണ് ആ എമൗണ്ട് എന്ന് പറയുന്നത്. ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു പെർസെന്റേജ് വെച്ച് കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ടിന്റെ 17% ആണ് തമിഴ്നാട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അപ്പൊ നമ്മളുടെ ഏഷ്യയിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് സോളാർ പവർ പ്രൊജക്ട് ഇപ്പൊ റീസെന്റ് നമ്മുടെ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിൽ കൊണ്ടുവന്നു. അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ ഒരു പ്രൊജക്ട് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പം 750 മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്ട് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എവിടെയാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം അത് കൊണ്ടുവന്നത് മധ്യപ്രദേശിലാണ് കൊണ്ടുവന്നത്. റവ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആ പ്ലേസിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. മധ്യപ്രദേശിലാണ് ഈ ഒരു നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മെഗാ സോളാർ പവർ പ്രൊജക്ട് കൊണ്ടുവന്നത്. അപ്പൊ മൊത്തം 750 മെഗാവാട്ട് ആണ് അതിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 500 ഹെക്ടർ ലാൻഡിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നേക്കുന്നത്. ആൻഡ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം സോളാർ പവർ പ്രൊജക്ട് ആണ്, ഒരു ക്ലീൻ എനർജിയിലോട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു സംഭവം ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു പ്രോജക്റ്റ് കൊണ്ട് നമ്മുടെ കൺട്രിയിൽ അല്ലെങ്കിൽ ഒരു പറയുന്ന മധ്യപ്രദേശില് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഏകദേശം 15.7 lakh ടൺ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം 15.7 lakh ടൺ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു വർഷം കൊണ്ട് അതിന്റെ ഒരു പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റും എന്നാണ്. നമ്മുടെ പവർ ജനറേഷന്റെ സമയത്ത് നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു സംഭവം കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്ട് കൊണ്ടുവരുമ്പോൾ ഇത്രയും എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ്, ഓക്കെ, അപ്പം റീസെന്റ് ഒരു ബട്ടർഫ്ലൈയുടെ സ്പീഷീസിനെ റീഡിസ്കവർ ചെയ്തു. അപ്പം റീഡിസ്കവർ ചെയ്ത ആ ഒരു ബട്ടർഫ്ലൈയുടെ സ്പീഷീസിന്റെ പേര് എന്ന് പറയുന്നത് ലൂപ്ഡ് ത്രീ വിങ് എന്നാണ് അതിനെ കോമൺലി അറിയപ്പെടുന്നത്. അതിന്റെ ഒരു സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് വ്യാപ്റ്റിമ വത്സോണി എന്നാണ്. വ്യാപ്റ്റിമ വത്സോണി എന്നാണ് അതിന്റെ ഒരു സയന്റിഫിക് നെയിം എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഒരു കോമൺ നെയിം എന്ന് പറയുന്നത് ലൂപ്ഡ് ത്രീ റിംഗ് എന്നാണ് ഇതിന്റെ ഒരു വേറെ നെയിം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബട്ടർഫ്ലൈനെ ലാസ്റ്റ് ടൈം കണ്ടത് ഏകദേശം കുറെ വർഷത്തിന് മുമ്പ്, 61 വർഷത്തിന് മുമ്പ് 1958 മണിപ്പൂരിൽ വെച്ചാണ് ലാസ്റ്റ് കണ്ടത്. അതിനുശേഷം ഇപ്പൊ 61 വർഷങ്ങൾക്ക് ശേഷം 2020 ത്രിപുരയിലാണ് ഈ ഒരു സംഭവത്തിനെ വീണ്ടും റീഡിസ്കവർ ചെയ്തത്. അപ്പൊ ഈ ഒരു ബട്ടർഫ്ലൈനെ റീഡിസ്കവർ ചെയ്ത് 61 ഇയേഴ്സിന് ഇപ്പുറം ത്രിപുരയിലാണ് റീഡിസ്കവർ ചെയ്തത്. നെക്സ്റ്റ്, നമ്മുടെ ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ആയിട്ട് ഇപ്പം റീസെന്റ് നമ്മുടെ ഹിമാചൽ പ്രദേശിലുള്ള നന്ദുവാൻ പോലീസ് സ്റ്റേഷനെ റാങ്ക് ചെയ്തേക്കുവാണ്, റാങ്ക് 1-ലായിട്ട്. അപ്പം ഹിമാചൽ പ്രദേശിലാണ് ആ ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. നന്ദുവാൻ എന്നാണ് ആ പോലീസ് സ്റ്റേഷന്റെ പേര് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാ ആണ് ഈ ഒരു പോലീസ് സ്റ്റേഷന് ഇതിന്റെ ഒരു അവാർഡ് കൊടുത്തത്. അപ്പം വൺ ഓഫ് ദി ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ആണ് നമ്മുടെ കൺട്രിയിലെ നന്ദുവാൻ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഹിമാചൽ പ്രദേശിലാണ്. അപ്പം നമുക്ക് എക്സാമ്പിൾ ചോദിക്കാൻ പോകുന്നത് ആ പോലീസ് സ്റ്റേഷന്റെ നെയിം അല്ലെങ്കിൽ ആ ഒരു പോലീസ് സ്റ്റേഷൻ ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളതാണ് ചോദിക്കാൻ പോകുന്നത്. സോ അതെന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ്. നെക്സ്റ്റ്, ഓക്കെ, അപ്പൊ അടുത്ത 1-2 ഇമ്പോർട്ടന്റ് ഫാക്ട്സ് ആണ് നമ്മുടെ എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള. അപ്പം ഇപ്പൊ റീസെന്റ് നമ്മുടെ ഈ ഓൾ ഇന്ത്യ റേഡിയോ ഒരു അവരുടെ ഫസ്റ്റ് ന്യൂസ് മാഗസീൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവരുടെ ഫസ്റ്റ് ടൈം ആണ് ഒരു ന്യൂസ് മാഗസീൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിന്റെ ഒരു പേര് എന്ന് പറയുന്നത് സംസ്കൃത് സപ്തഹിക്കി എന്നാണ് അതിന്റെ ഒരു നെയിം എന്ന് പറയുന്നത്. അപ്പം അവർ ഏത് ലാംഗ്വേജിലാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിൽ ചോദിക്കാൻ പോകുന്നത് ലാംഗ്വേജ് ഏതാണ് എന്നുള്ളതാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ അവർ ആ പ്രോഗ്രാം ചെയ്യുന്നത് സംസ്കൃതത്തിലാണ് ആ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ റീസെന്റ് നമ്മുടെ വേൾഡില് ദി ആൽപ്സ് എന്ന് പറയുന്ന മൗണ്ടൈൻ റീജിയൻസ്, നമുക്കറിയാം ഏത് കൺട്രിയിലാണ് എന്നുള്ളത്. അത് എക്സാമ്പിൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഏത് കൺട്രിയിലാണ് ദി ആൽപ്സ് എന്ന് പറയുന്ന മൗണ്ടൈൻ റീജിയൻസ് ഉള്ളതെന്ന്. അപ്പൊ അത് യൂറോപ്പിലാണ്. അപ്പം അവിടുത്തെ സ്നോ അല്ലെങ്കിൽ ഗ്ലേഷ്യർ
കളർ വൈറ്റിൽ നിന്ന് പിങ്ക് കളർ ആകാൻ തുടങ്ങി. അപ്പം അത് ആകാൻ തുടങ്ങിയ റീസൺ എന്ന് പറയുന്നത് ഒരു ആൽഗി കാരണമാണ് ഈ ഒരു കളർ ചേഞ്ച് വരാൻ തുടങ്ങിയത്. അപ്പൊ സാധാരണ ഈ ഒരു ആൽഗിയുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ ആൽഗി കാണപ്പെടുന്നത് ഗ്രീൻലാൻഡിലെ ഡാർക്ക് സോൺ എന്ന് പറയുന്ന റീജിയനിലാണ് ഈ ഒരു സംഭവം കാണപ്പെടുന്നത്, ഈ ഒരു ആൽഗി കാണപ്പെടുന്നത്. അപ്പം ഇപ്പൊ റീസെന്റ് ഈ ഒരു സംഭവത്തിനെ നമ്മുടെ ആൽപ്സ് മൗണ്ടൻ റീജിയൻസിൽ കണ്ടുപിടിച്ചു. അപ്പം ഇതിൽ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വൈറ്റ് കളർ സ്നോയുടെ കളറ് മാറി ഇപ്പം വേറെ ഒരു കളറിലോട്ട് മാറുകയാണെങ്കിൽ അതിന്റെ സൺലൈറ്റിന്റെ റിഫ്ലക്ട് ചെയ്യാനുള്ള ഇതെന്ന് പറയുന്നത് കുറയും. അപ്പം അങ്ങനെ കുറയാൻ നേരത്ത് ആ ഹീറ്റ് ടെമ്പറേച്ചർ കൂടും. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡെഫിനറ്റ്ലി ആ സ്നോ മെൽറ്റ് ആയി തുടങ്ങും. അപ്പൊ അത് കാരണം ബാക്കിയുള്ള ഇഷ്യൂസ് നമുക്കറിയാം. സ്നോ മെൽറ്റ് ആയി കഴിഞ്ഞാൽ വാട്ടർ ലെവൽ റൈസ് ആവും, ഐലൻഡ് കൺട്രീസിനെ അത് എഫക്ട് ചെയ്യും, നമ്മുടെ ക്ലൈമറ്റിനെ എഫക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു സംഭവം ഇപ്പൊ റീസെന്റ് ഈ ഒരു മിസ്റ്റീരിയസ് ഈ ഒരു സംഭവം നമ്മളിപ്പം റീസെന്റ് കണ്ടത് ദി ആൽപ്സ് എന്ന് പറയുന്ന മൗണ്ടൻ റീജിയൻസിലാണ്. അപ്പൊ എക്സാമ്പിൾ ചോദിക്കാൻ പോകുന്നത് ആ ഒരു മൗണ്ടൻ റീജിയന്റെ പേരായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ആൻഡ് അത് ഏത് കൺട്രിയിലാണ് എന്നുള്ളത് ഒരു സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ആ ഒരു സംഭവം ഇപ്പൊ റീസെന്റ് ഒബ്സർവ് ചെയ്തത് ദ ആൽപ്സ് എന്ന് പറയുന്ന മൗണ്ടൻ റീജിയൻസിലാണ് നമ്മുടെ യൂറോപ്പിൽ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ലാസ്റ്റ് ഡേയിലെ ഇമ്പോർട്ടന്റ് കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് അതിന് ജസ്റ്റ് മുമ്പുള്ള ദിവസത്തെ എന്ന് പറഞ്ഞാൽ ജൂലൈ 9 കുറച്ച് ഇമ്പോർട്ടന്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഡേറ്റാ സെന്ററും വേൾഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഡേറ്റാ സെന്ററും ആയിട്ടുള്ള സംഭവം എവിടാണ് കൊണ്ടുവന്നത്, അതിന്റെ പേരെന്താണ്, ആ ഒരു ഡേറ്റാ സെന്ററിന്റെ നെയിം എന്താണ്? അപ്പൊ ഡേറ്റാ സെന്ററിന്റെ നെയിം എന്ന് പറയുന്നത് യോട്ട ഡേറ്റാ സെന്റർ എന്നാണ് അതിന്റെ നെയിം എന്ന് പറയുന്നത്. അപ്പൊ റീസെന്റ് അത് കൊണ്ടുവന്നത് നമ്മുടെ മഹാരാഷ്ട്രയിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. നെക്സ്റ്റ്, നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ മെമ്പർ കൺട്രീസിൽ നിന്ന് റീസെന്റ് ഏത് കൺട്രിയാണ് വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചത്? അപ്പം റീസെന്റ് ആ കൺട്രി യുണൈറ്റഡ് നേഷൻസിനെ അറിയിച്ചു അവർ ആ ഓർഗനൈസേഷനിൽ നിന്ന് WHO നിന്ന് വിഡ്രോ ചെയ്യുകയാണ് എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം അത് റീസെന്റ് വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചത്. നെക്സ്റ്റ്, റീസെന്റ് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള 2 കൺട്രീസ് റുബേലയും മീസൽസ് പോലത്തെ 2 ഡിസീസിൽ നിന്ന് അവര് ആ 2 ഡിസീസിനെ അവരുടെ കൺട്രിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നത് 2023 ടാർഗറ്റ് വെച്ചിരുന്നത്. പക്ഷെ അവർ 2020 തന്നെ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അവർ കംപ്ലീറ്റ്ലി ഈ 2 ഡിസീസിനെ അവരുടെ കൺട്രീസിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തു. അപ്പൊ ഏതാണ് ആ 2 സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയൻസിലുള്ള ആ 2 കൺട്രീസ്? ഇപ്പൊ 2 കൺട്രീസ് എന്ന് പറയുന്നത് മാലദ്വീപ്സും ശ്രീലങ്കയുമാണ് ആ 2 കൺട്രീസ് എന്ന് പറയുന്നത്. അവരാണ് ഇപ്പൊ റീസെന്റ് ഈ മീസൽസും റുബേലയും അവരുടെ കൺട്രിയിൽ നിന്ന് 2023 ടാർഗറ്റ് വെച്ചിരുന്നത് 2020 തന്നെ അച്ചീവ് ചെയ്തത്. നെക്സ്റ്റ്, വേൾഡിലെ ഫസ്റ്റ് മേജർ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രി ഏതാണ്? അവരുടെ കൺട്രിയിൽ കോൾ പ്രൊഡക്ഷനും ന്യൂക്ലിയർ എനർജി പ്രൊഡക്ഷനും കംപ്ലീറ്റ്ലി ഫേസ് ഔട്ട് ചെയ്ത് കംപ്ലീറ്റ്ലി നിർത്തി. അത് സംഭവം എന്തിനാ ചെയ്തത് നമുക്കറിയാം. റിന്യൂവബിൾ എനർജിയും കാർബൺ എമിഷൻ കുറയ്ക്കാനും അതിനൊക്കെ വേണ്ടിയാണ്, റിന്യൂവബിൾ എനർജിയിലോട്ട് കൂടുതൽ പോകാനും കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ ഒരു സംഭവം ചെയ്തത്. സോ ഈ ഒരു സംഭവം ചെയ്തത് ജർമ്മനിയാണ് ചെയ്തത്. നെക്സ്റ്റ്, നമ്മുടെ ഏഷ്യ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഇന്ത്യയിലെ ഏത് ഓർഗനൈസേഷൻ ആണ് ഇപ്പൊ റീസെന്റ് ഒരു എമൗണ്ട് അലോട്ട് ചെയ്തു റിന്യൂവബിൾ എനർജിയും സസ്റ്റൈനബിൾ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി? അപ്പം അത് ചെയ്തതെന്ന് പറയുന്നത് ആ LNTക്കാണ് ചെയ്തത്. LNT ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിനാണ് ഈ ഒരു സംഭവം ചെയ്തത്. അപ്പം LNTക്കാണ് ഈ ഒരു എമൗണ്ട് അലോട്ട് ചെയ്തത്. എമൗണ്ട് എന്ന് പറയുന്നത് $50 മില്യൺ ആണ് ആ എമൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വേൾഡിലെ ഏത് ഓർഗനൈസേഷന്റെ കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ യൂത്ത്സിന് ഒരു വർഷത്തേക്ക് ഏകദേശം 1 ലക്ഷം യൂത്തിന് ഒരു വർഷത്തേക്ക് ഡിജിറ്റൽ സ്കിൽസിൽ ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നത്? സോ അത് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റിന്റെ കൂടെ ചേർന്നിട്ടാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ്, കോമ്പാക്ട് എക്സൽ എന്ന് പറയുന്നത് ഒരു ഓട്ടോമേറ്റഡ് മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് മെഷീൻ ആണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഈ സംഭവം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ COVID-19 PCR ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അഡ്വാൻസ്ഡ് മെഷീനാണ്. അപ്പൊ ഈ മെഷീൻ റീസെന്റ് ഇന്ത്യയിൽ ഏത് കമ്പനിയാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തത്? അപ്പൊ അതെന്ന് പറയുന്ന മൈലാബ് ആണ് ഈ ഒരു സംഭവം റീസെന്റ് നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അറ്റ് എ ടൈം 32 ടെസ്റ്റ് വരെ ഇതിന്റെ അകത്ത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, മഹാവീർ ദ സോൾജർ ഹു നെവർ ഡൈഡ് ഈ ഒരു ബുക്കിന്റെ ഓഥർ ആരൊക്കെയാണ്? ഈ ഒരു ബുക്കിന്റെ ഓഥർ എന്ന് പറയുന്നത് AK ശ്രീകുമാറും ആളുടെ വൈഫ് റൂപ ശ്രീകുമാറുമാണ് ഇതിന്റെ ഓഥർ എന്ന് പറയുന്നത്, ഈ ബുക്കിന്റെ ഓഥർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓക്കെ, ഇനി കുറച്ച് ഫാക്ച്വൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. റൈതു ദിനോത്സവം എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലെ ഫാമേഴ്സ് ഡേ ഫെസ്റ്റിവൽ ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്? ഈ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നമ്മുടെ ആന്ധ്രാപ്രദേശിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ ഒബ്സർവ് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്,
ഇന്ത്യയിലെ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ഇപ്പം റീസെന്റ് കണ്ടെത്തി ഏതാണ് അതെന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്ന സൗത്തേൺ ബേർഡ് വിങ്ങിനെയാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ റീസെന്റ് ഹിമാലയ ബേർഡ് വിങ് എന്ന് പറയുന്ന ബട്ടർഫ്ലൈ, അല്ലെങ്കിൽ അതിന്റെ വേറെ നെയിം എന്ന് പറയുന്നത് ഗോൾഡൻ ബേർഡ് വിങ് എന്നാണ്. അപ്പൊ ആ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ സൗത്തേൺ ബേർഡ് വിങ്ങിനെക്കാളും വെറും 4 mm ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ 4 mm കൂടുതൽ വലുതാണ് ഈ ഗോൾഡൻ ബേർഡ് വിങ് എന്ന് പറയുന്ന ഈ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. അപ്പം ഇത് റീസെന്റ് ഇപ്പൊ കണ്ടെത്തിയത് ഉത്തരാഖണ്ഡിൽ നിന്നാണ് റീസെന്റ് ഈ ബട്ടർഫ്ലൈനെ കണ്ടെത്തിയത്. ഇപ്പൊ ഇന്ത്യയിലെ ലാർജസ്റ്റ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ഗോൾഡൻ ബേർഡ് വിങ് ആണ് ലാർജസ്റ്റ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫാൻ ത്രോട്ടഡ് ലിസാർഡ്. ഇപ്പം ഈ ഒരു ലിസാർഡിനെ ഇതൊരു ന്യൂ സ്പീഷീസ് ആണ്. അപ്പൊ ഇതിപ്പോ റീസെന്റ് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് കണ്ടെത്തിയത്? അപ്പൊ ഇതെന്ന് പറയുന്നത് ഇപ്പൊ റീസെന്റ് കണ്ടെത്തിയത് കർണാടകയിൽ നിന്നാണ് ഇപ്പം റീസെന്റ് ഇതിനെ ഡിസ്കവർ ചെയ്തത്. നെക്സ്റ്റ്, ഓക്കെ, അഗൈൻ ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്ന ആസ്ട്രോഫിസിക്സ് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റഡ്? അപ്പം അതെന്ന് പറയുന്നത് നമ്മുടെ ബാംഗ്ലൂരു സിറ്റിയിലാണ് ഈ ഒരു സംഭവം. ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ലൊക്കേറ്റഡ് എന്ന് പറയുന്നത് ബംഗളൂരുവിലാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വൻകർ ബട്ടർഫ്ലൈ മ്യൂസിയം ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണ്? അപ്പം ഇത് ഇപ്പം ഒരു സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇത് കറണ്ട് അഫയർ ആംഗിളിലും ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയാൻ കാരണം, നേരത്തെ നമ്മളിപ്പോ സംസാരിച്ച ഗോൾഡൻ ബേർഡ് വിങ് എന്ന് പറയുന്ന ബട്ടർഫ്ലൈ, അതിന്റെ ഫീമെയിൽ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് മെയിൽ ബട്ടർഫ്ലൈനേക്കാളും വലിയ ബട്ടർഫ്ലൈ ആണ്. ആൻഡ് ആ ഒരു ഫീമെയിൽ ബട്ടർഫ്ലൈയെ കണ്ടെത്തിയെന്ന് പറയുന്നത് നമ്മളുടെ ഈ പറയുന്ന ഉത്തരാഖണ്ഡിൽ നിന്നാണ് കണ്ടെത്തിയത്. അപ്പൊ അതിന്റെ ഒരു മെയിൽ ബട്ടർഫ്ലൈയെ കണ്ടെത്തിയെന്ന് പറയുന്നത് അത് ഫീമെയിലിനേക്കാളും ചെറുതാണ്. അപ്പൊ ആ ഒരു ബട്ടർഫ്ലൈയെ കണ്ടെത്തിയെന്ന് പറയുന്നത് ഈ ബട്ടർഫ്ലൈ മ്യൂസിയത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. അപ്പൊ അതെന്ന് പറയുന്നത് ഈ വങ്കർ ബട്ടർഫ്ലൈ മ്യൂസിയം എന്ന് പറയുന്നത് മേഘാലയയിലാണ്. അപ്പം ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഡേയിലെ കറണ്ട് അഫയേഴ്സും അത് റിലേറ്റഡ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നാളെ വീണ്ടും കാണും ഇന്നത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട്. അപ്പം എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. താങ്ക് യു.